എന്താ സംഭവിച്ചത്? ഞാൻ ചങ്ങനാശ്ശേരി തൃക്കൃത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ പല ഡയറ്റുകൾ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും റിസൾട്ട് കിട്ടിയിട്ടില്ല. ഞാൻ ജിമ്മിൽ പോയി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു എഗ് ഡയറ്റിന് ഫ്രൂട്ട്സ് സാഡ് ഡയറ്റ് എന്ന് പറഞ്ഞൊരു ടീമിനെ കണ്ടു. അപ്പൊ ആ ടീമിന്റെ കൂടെ ഞാനും കയറി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് കണ്ടപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, എങ്ങനെയാണ് ചേട്ടാ ഇങ്ങനെ ഇത്രയും വണ്ണം കുറച്ചോന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരനാണ് എന്നോട് പറഞ്ഞത്, പുള്ളി മലപ്പുറത്തുള്ള ആളാണ്, ഞാൻ ചങ്ങനാശ്ശേരിയിലുള്ളതാണ്. അപ്പൊ ആളെന്നോട് പറഞ്ഞു, ഞാൻ ഒരാളുടെ നമ്പർ തരാം, എന്റെ കോച്ചാണ്, പേര് ഷെബിബാമ എന്നാണ്. അപ്പം ഷെബിബാമ ഫിറോസ്കാണ് പുള്ളിയുടെ കോച്ച്. അപ്പം അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ നമ്പർ മേടിച്ചു. കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ മേടിച്ച് സേവ് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഷെബിബാമ ഹസ്ബൻഡാന്ന് പറഞ്ഞു. ആള് നല്ല ഡിഫറൻറ്റ്. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടിക്കയറി വിളിച്ചു കഴിഞ്ഞപ്പോൾ കോൾ എടുത്തു. എന്നോട് ഡീറ്റെയിൽ എല്ലാം തിരക്കി, എന്റെ വെയിറ്റും ഹൈറ്റും എല്ലാം നോക്കി. അപ്പൊ തന്നെ എനിക്ക് ഫുഡ് എത്തിച്ചു തന്നു. ഞാനത് കഴിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഇടയ്ക്കൊന്ന് തെറ്റിച്ചെങ്കിലും രണ്ടാമത് കോച്ച് പറയുന്ന രീതിയിൽ മുന്നോട്ട് പോയാലേ കുറയുമെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ആ രീതിക്ക് പോയപ്പോൾ എനിക്ക് നന്നായിട്ട് വെയിറ്റിന്റെ കുറഞ്ഞു. എനിക്കിപ്പോ നല്ല ഡ്രസ്സൊക്കെ ഇപ്പൊ കയറാൻ തുടങ്ങി. എന്നാലും ഇനി എനിക്ക് 10 കിലോയുടെ കുറയ്ക്കണം. അതോടെ കുറച്ചിട്ട് ഞാൻ ഇതിന്ന് നെക്സ്റ്റ് 15-ാം തീയതി അടുത്ത മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 15-ാം തീയതി. ഓക്കെ, മിസ്സാക്കരുത്. അടിപൊളി ചാൻസ് ആണ്. ഇങ്ങനെ ഒരു അവസരം എപ്പോഴും കിട്ടുന്നില്ല. സോ കിട്ടുമ്പോൾ നിങ്ങൾ പരമാവധി ഞങ്ങളുടെ കോച്ചസിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് കയറാനുള്ള അവസരമുണ്ട്. നെക്സ്റ്റ് ഗ്രാൻഡ് ഫിനാലെ. ഓക്കെ, ഇപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഇപ്പൊ എനിക്കത് തന്നെയല്ല, എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതൊരു 15 വർഷമായിട്ട് ഞാൻ വലിച്ചുകൊണ്ടിരിക്കുന്ന വലുവിന്റെ വിമിഷ്ടമുള്ള ആളാണ്. അപ്പൊ ഞാൻ എവിടെ പോയെന്ന് പറഞ്ഞാലും ഞാൻ ഇൻഹിബിറ്റർ യൂസ് ചെയ്യുന്ന ആളാണ്. എന്റെ ബാഗിൽ എപ്പോഴും ഓൾറെഡി ഉണ്ട്, എന്റെ വണ്ടിക്കകത്തുണ്ട് ആ സംഭവം ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈ 14 കിലോളം വെയിറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കിടപ്പില്ല. പള്ളിയിൽ പോയാലും ഞാൻ മുട്ടുകുത്തി നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കത് പറ്റും, നടക്കാൻ പറ്റും. നടക്കാതെ ഞാനിപ്പോ നടക്കും. പിന്നെ എല്ലാ സംഭവം ഇപ്പൊ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ടോ? കുറച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇൻഹേലർ ഇപ്പൊ യൂസ് ചെയ്യുന്നത്? ഇല്ല. ഇപ്പൊ ഈ 15 കിലോ കുറഞ്ഞതിന് ശേഷം എനിക്കിപ്പോ ഇൻഹേലറിന്റെ ആവശ്യം വന്നിട്ടില്ല. അതുപോലെ എനിക്ക് എന്റെ കോച്ചിനോട് നന്ദി പറയാം. എത്ര വർഷമായിട്ട് ഇൻഹേലർ യൂസ് ചെയ്യും? ഇൻഹേലർ ഞാൻ യൂസ് ചെയ്ത് ശരിക്കും 16 വർഷം ആകുന്നു. അപ്പോഴല്ലേ എനിക്ക് നല്ല വണ്ണമാണ്. എനിക്ക് നടക്കാനും പറ്റില്ല. 16 വർഷമായിട്ട് അവര് ഇത് മെഡിക്ലെയിം അല്ല. ആക്ച്വലായിട്ട് റിയൽ സയൻസ് എന്താണെന്നറിയോ? ബോഡിയിൽ എക്സസ് വെയിറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാത്ത അസുഖങ്ങളെല്ലാം കയറി വരും. ബോഡിയുടെ വെയിറ്റ് ലോസ്, ഹെൽത്തി വെയിറ്റ് ലോസ് ചെയ്ത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വെയിറ്റ് ലോസ് ചെയ്ത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കവർ ചെയ്യുമ്പോൾ അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ആവും. വെയിറ്റ് ലോസ് നടക്കുന്നതിലൂടെ ഇവരുടെ ഹെൽത്ത് 16 വർഷമായിട്ടുണ്ടായിരുന്ന ഈ പ്രോബ്ലം ഇപ്പോൾ ഒരു 10 ഡേയ്സിന്റെ ഉള്ളിൽ അവർക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട്. ഇനിയും 10 കിലോളം കുറയ്ക്കാനുണ്ട്. ഓക്കെ, എൻഡ് റിസൾട്ട്സ് എടുക്കുന്നത് നിങ്ങളുടെ ടാർഗറ്റ് ആയിരിക്കണം. ഓക്കെ, ആർ യു ഹാപ്പി? റിയൽ ഹാപ്പി? സാറിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഷെബിബാമയോട് കൂടെ ഇന്നൊരു പിക്ക് എടുക്കാൻ. ഞാൻ കണ്ടിട്ടില്ലാത്ത ആളാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിലുണ്ട്, ആള് മലപ്പുറത്തുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അവർ സ്ക്രീനിൽ ഇപ്പോൾ വരും. അവരോട് ഒരു പിക്ക് എടുക്കാം. കൺഗ്രാറ്റുലേഷൻ. ഫാമിലി ഇപ്പോ വെയിറ്റ് വരും.